ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം. ഫുള്ള് വാച്ച്, ബ്രാൻഡഡ് വാച്ചുകൾ മാത്രം. ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, അവർ ഹാപ്പി ഫേസ്. യെസ്, അപ്പം ഇന്ന് നമ്മുടെ ഹാപ്പി ഫേസ് എൻ്റെ ലൈഫിലെ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു വാച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അതായത് ജജ് ലെക്കോട്ട് എന്ന് പറഞ്ഞ പ്രൊനൗൺസിയേഷനിൽ തെറ്റുണ്ടാവും. എനിക്ക് ആ പേര് കറക്റ്റ് കിട്ടുന്നില്ല. JLC എന്നാണ് അതിനെ വാച്ച് പ്രേമികളുടെ ഇടയിൽ നമ്മൾ വിളിക്കുന്ന പേര്. അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു വാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിലിങ് പഠിപ്പിക്കുന്ന ഒരു ഇവൻറ്റിനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മൾ നേരെ പോകുന്നത് ദുബായ് മോളിലാണ്. ദുബായ് മോളിൽ അതിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ അവർ ആ ഒരു വാച്ചിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ജജ് ലെക്കോട്ട് അങ്ങനെയാണ് അത് പറയുക. JLC ലക്ഷറി ബ്രാൻഡ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഈ റോളക്സ് എന്ന് പറയുമ്പോഴൊക്കെയാണ് നമുക്കതൊരു ലക്ഷറി ആ ഒരു ബ്രാൻഡാണ് നമ്മൾ കോമൺ ആയിട്ട് അറിയുന്നത്. എന്നാൽ അതിനേക്കാളും വാല്യൂ ഉള്ളതെന്നും പറയാം. അതേപോലെ വാച്ച് ഹിസ്റ്ററി തന്നെ ഇതിന് 200 വർഷത്തോളം ഹിസ്റ്ററി ഉണ്ട്. JLC എന്ന് പറഞ്ഞ ബ്രാൻഡിന് 200 വർഷത്തെ ഹിസ്റ്ററി ഉണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ റോളക്സിനേക്കാളും ഹിസ്റ്ററി കൂടുതലുള്ള ഒരു ബ്രാൻഡാണിത്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും, അതിൻ്റേതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. എന്തായാലും പറ്റുന്ന രീതിയിൽ, എന്നാലാവുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. നമ്മളിതേ വണ്ടി പാർക്ക് ചെയ്തു. ആസ് യൂഷ്വൽ എപ്പോഴും പറയാറുള്ള പോലെ ദുബായ് മാളിലെത്തിയ പാർക്കിങ് ഫോട്ടോ എടുത്ത് വെക്കണം. ശരിക്കും വിടും. ഇത് കണ്ട ഒരു ലോഗാണ് പാർക്കിങ്. ഇവിടെ നിന്ന് ഇപ്പോൾ വണ്ടികൾ എത്തിയിട്ടേ ഇല്ല. അപ്പോൾ വണ്ടിയിൽ ഫോട്ടോ ഒക്കെ എടുത്തു, പാർക്കിങ്ങിൻ്റെ ഏരിയ കൺഫേം ചെയ്ത് ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നേരെ മോളുടെ ഉള്ളിൽ കയറിയിട്ട് ഇനി ഒരു ഷോറൂം കണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഇനി അതിനുള്ള പോക്ക്. അങ്ങനെ നമ്മൾ ആസ് യൂഷ്വൽ ചോദിച്ച് നടന്ന് കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ്. നമുക്കിവിടെ വന്ന പെട്ടെന്ന് സ്ഥലങ്ങൾ കണ്ടുപിടിക്കൽ എളുപ്പമല്ല. അങ്ങനെ നമ്മൾ ചോദിച്ച് ലാസ്റ്റ് ഒരു ഏരിയ നിറച്ച് വാച്ചിൻ്റെ മാത്രം ഷോറൂമുള്ളൊരു സെക്ഷനുണ്ട്, അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കറക്റ്റ് സ്റ്റോറ് കണ്ടുപിടിക്കണം. അതാണ് ഇനി അടുത്ത ടാസ്ക്. ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം. ഫുള്ള് വാച്ച്, ബ്രാൻഡഡ് വാച്ചുകൾ മാത്രം. നോക്കുക, ഈ ഒരു ഏരിയ ഫുൾ ഓഫ് ബ്രാൻഡഡ് വാച്ചുകൾ മാത്രമുള്ള വലിയ ഷോറൂംസ്, വലിയ വൈഡ് ഷോറൂംസ്. സൂപ്പർ. ശരിക്കും ഇത് വാച്ച് ലവേഴ്സിൻ്റെ ഒരു ഹെവനാണ്. കണ്ടോ, ടാഗോ, പാറ്റക് ഫിലിപ്പ്, ബ്ലൂ ലോട്ട് ആൻഡ് അവർ റോളക്സ് ഓൾവേസ് സ്റ്റാർ. സോ അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. 7 o'clock ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഒരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു, പക്ഷെ ആൾ കുറച്ച് ലേറ്റാണ്. അപ്പോൾ ആൾ പറഞ്ഞ് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ട, കയറിക്കോ, ആൾ മീൻവൈൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗായ്സ്, അങ്ങനെ നമ്മളൊരു സ്റ്റോറ് കണ്ടുപിടിച്ചു. ഒരു രക്ഷയില്ലാത്ത വാച്ചുകൾ വരുന്നില്ല. ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് വാച്ച്. അതായത് എന്നിട്ട് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് റിവേഴ്സിബിൾ. അതായത് ആ വാച്ചിന് തന്നെ നമുക്ക് ഡയൽ തിരിച്ചിട്ട് 2 സൈഡും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള ഒരു സാധനം, ഒരു സംതിങ് ഡിഫറെൻറ്റ്. നിങ്ങൾ പലരും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ലോകം തന്നെയാണ് ഒരു വാച്ചിൻ്റെ ഇവിടെ കാണാനുള്ളത്. എനിക്ക് ഈ വാച്ചുകൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഒരു കളക്ഷൻസൊക്കെ ഒന്നിങ്ങനെ കണ്ണോടിക്കാം. നോക്കുക, അതിൻ്റെ ഉള്ളിലെ ഒരു മൂമെൻറ്റ് നിങ്ങൾക്ക് കാണാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഇവരുടെ മാസ്റ്റർ പീസുകൾ തന്നെയാണ്. ഒരു വൈഡ് സ്റ്റോറാണിത്. നമ്മൾ വിചാരിച്ചേക്കാളും വലിയൊരു, ഞാനിങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയാം. നോക്ക്, ഈ ഒരു മോഡലൊക്കെ, ഓ മൈ ഗോഡ്. അതായത് വാച്ച് മേക്കിങ്ങിൻ്റെ ടൂൾസ്, എങ്ങനെയാണ് അത് ക്രാഫ്റ്റ് ചെയ്യുന്നത്, ഓരോ ഡീറ്റെയിൽ ആയിട്ട് അവരിവിടെ അതിൻ്റെ ഒരു ഡിസ്പ്ലേകൾ യൂസ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരുന്നത്. നമുക്ക് കണ്ടാൽ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഈ ഓരോ ടൂൾസ് ആയാലും കാര്യങ്ങളായാലും അവരുടെ ലെതർ സ്ട്രാപ്സ്,
ഇതാണ് ഞാൻ പറഞ്ഞ റിവേഴ്സ് ടൈപ്പ്. കണ്ട ഒരു സൈഡിൽ വാച്ചിൻ്റെ വരും, മറ്റേ സൈഡിലേക്ക് അവർ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ സംടൈംസ് ഇറ്റ്സ് എ മെറ്റൽ ഓർ അതർ സംടൈം ഇറ്റ് വിൽ ബി കമ്മിങ് ദ ഡയൽ തന്നെ ഡിഫറെൻ്റ് ഒരു ഡയൽ അവരുണ്ട്. അങ്ങനെ ഒറ്റ വാച്ചിൽ 2 ഡയൽ വരും ഫ്ലിപ്പ് ചെയ്യുന്ന ടൈപ്പ്. ഞാൻ ഒരു സൂപ്പർ സാധനം കാണിച്ചായിരുന്നു. എനിക്കറിയില്ല ഇത് എത്ര ആൾക്കാർക്ക് ഇഷ്ടമാവുന്നു. സി മൈ ഗോഡ്, നോക്കിയാൽ അതിൻ്റെ മൂമെൻറ്റ്. നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ ഒരു സൂപ്പർ കോഫി തന്നിട്ടുണ്ട്. ക്ലാസ് തുടങ്ങാറായി, കോഫി എത്തി. അപ്പോൾ എന്തായാലും പെട്ടെന്ന് കോഫി കുടിക്കണം, എന്നിട്ട് വേണം ക്ലാസ്സിന് കയറാൻ. ഇത് ഞാൻ ലേറ്റാക്കില്ല, സത്യമായിട്ട് ഞാൻ ലേറ്റാക്കില്ല. അങ്ങനെ നമ്മൾ ക്ലാസ് എൻട്രി ചെയ്യാൻ പോവാണ്. ഒത്തിരി ലേറ്റ് ആക്കുന്നില്ല, കോഫി ഉള്ളത് കുടിച്ച് തീർത്തു. ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറുന്നു. ഓക്കെ. The music. So for you to This is sundial. Yes, exactly. Sundial. So guys, we are going to explain how this sundial is going to work. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. ഫസ്റ്റത്തെ ക്ലോക്കാണ് അത്, സൺഡയൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലോക്ക് അത് തന്നെ ആദ്യം കാണിച്ചു തന്നെ. ഓക്കെ. A difference based on the time of the day. Always the 12 will be at the top when the sun will be at the zenith. This is a replica that we bought in Europe. We don't find it, unfortunately, here in Dubai. But if you go to Europe, you might find in some of the old churches, still on old buildings, a sundial on the wall. On the wall. Yes, on the wall. Together by hand. Yeah, and decorated as well. And decorated by hand. Yes, very beautiful. See the time. Very Then you beautiful. press the button. If you want to press the button. That is beautiful. How much is this? നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് എന്ന് പറഞ്ഞത് വാച്ചിനെ കുറിച്ചുള്ള നമ്മുടെ ഫുൾ കൺസെപ്റ്റ് തന്നെ അവർ ചേഞ്ച് ചെയ്തു. സോ അവർ നമുക്ക് കുറച്ച് പുതിയ വാച്ചുകളും കാര്യങ്ങളും അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവാണ്. This timepiece from Jaeger LeCoultre. It's our novelties in Watch and Wonder this year, 25. The reverse of Tribute Geographic. If you noticed here, we have the lag to lag is 49.3 with amazing blue dial. The magnificent in this reverse, so why we call it geographic? Because you will see the world time in the back. This is the world time. World time. It's the earth with enameling. If you notice, the light blue, sky blue is the date. The dark blue is the night time. You have 24 cities. So actually, in fact, you have 24 time zone on your wrist. And the most important and joyful thing that if you see this part, it's a secret trigger. It's a jumping city. I thought you were going to say the price, the most joyful. Actually, even the value is so very, very, very nice. If you notice the jumping cities, here, it's rotating. once you adjust, let's say 10 p.m. in Dubai time, you will put it 10 p.m. on the dark blue side, and automatically the rest work time it will adjust on the Automatically. exact time zone of their actual time. ഇതാണ് ഞാൻ പറഞ്ഞ ലേറ്റായി വന്ന നമ്മുടെ അമിത് ബ്രോ. കറക്റ്റ് 7 മണിക്ക് എത്താന്ന് പറഞ്ഞ ആളാ. കുറച്ച് ഡിലേ ദുബായ് ട്രാഫിക് അറിയാലോ. അതെ. പക്ഷേ ജെജർ ലക്കൂത്ത് എന്ന് വെച്ചാൽ അവരുടെ ഇന്നോവേഷനും പിന്നെ അവർ ചെയ്യുന്ന ഹിസ്റ്ററി ലെഗസി ആൻഡ് ഇപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഡിഫറെൻറ്റ് ഫീൽഡ്സിലെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഡൂയിങ് സം വർക്ക്ഷോപ്സ്. സോ ലാസ്റ്റ് വൺ ദേ ഹാഡ് വിത്ത് പെർഫ്യൂംസ് ആൻഡ് കൊളോൺസ്. ദിസ് വൺ ദേ വർക്കിംഗ് ഓൺ ഷോയിങ് മോർ ഡിസ്കവറി അബൌട്ട് ദെയർ ഓൺ. ഇപ്പൊ
അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ പറഞ്ഞു തന്ന ഒരു ഹിസ്റ്ററി എന്താണ് നമുക്ക് മനസ്സിലാക്കി അതിലേക്ക് അട്രാക്ട് ചെയ്യും. റിയലി നൈസ്. നല്ല ഒരു ക്ലാസ് ആയില്ല. I mean, this is a watch to aspire to for those watch collectors. Exactly. അത് വാങ്ങാൻ പറ്റിയ ഒരു ഡ്രീം വാച്ച് ആവും. അതെ അതെ. നമുക്കിപ്പോൾ വാച്ച് മേടിക്കാൻ താല്പര്യമുള്ള വാച്ച് കളക്ടേഴ്സിനെ അറിയാം. ആസ് എ നോർമൽ കോമൺ മാനിന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇതിലേക്ക് ചിന്തിച്ചാൽ നല്ലൊരു ബ്രാൻഡുമാണ്. ഹിസ്റ്ററി ഉണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റ് ഇപ്പം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് വാച്ച് മേടിക്കാൻ എപ്പോഴും ഹിസ്റ്ററി ഉള്ള വാച്ച് മേടിക്കണം, അല്ലാതെ നോർമൽ ഒരു വാച്ച് മേടിക്കണതിൽ ഒരു കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ സ്റ്റോറിൽ കസ്റ്റമർ സർവീസ് ഹാസ് ബീൻ കൺസിസ്റ്റന്റ്. അത്രയും നല്ലതാണ്. ഞാൻ ഇതുവരെ വന്ന് എനിക്ക് ഒരിക്കലും ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിട്ടില്ല. അപ്പം ദാറ്റ്സ് അനദർ പീസ്. ഇവരുടെ ഡൗൺ ടു എർത്ത് കസ്റ്റമർ സർവീസ് ഈവൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊരു മടിയില്ല. നമുക്ക് ചില സ്റ്റോഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന അവർ കസ്റ്റമറോട് എങ്ങനെ പെരുമാറണമെന്ന് പെരുമാറാൻ നമ്മൾ അത് എടുക്കാൻ വന്നതൊന്നും അല്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇവർ ആ ഒരു ക്യാരക്ടർ അല്ല കേട്ടോ. ഇറ്റ്സ് റിയലി നൈസ്. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വാച്ചിനെ കുറിച്ചുള്ള ചെറിയൊരു ഇവൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. സൂപ്പർ ആയിരുന്നു ഇന്നത്തെ. അതെനിക്ക് ലൈഫിലൊരു ഫസ്റ്റ് ഇവൻ്റാണത്. ശരിക്കും എൻജോയ് ചെയ്തു. എന്തായാലും കൂടുതൽ ടൈമിനെ കുറിച്ച് പഠിച്ചു, ടൈമിൻ്റെ ഹിസ്റ്ററി പഠിച്ചു, ഈ ഒരു ബ്രാൻഡ് JLC എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിച്ചു. എങ്ങനെയാണ് സമയം എലോട്ട് ഗായ്സ്. ഇത് നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. സർട്ടിഫിക്കറ്റും കിട്ടി, ഒരു ബാഗും കിട്ടി. സോ ഗായ്സ്, ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.